പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠപുസ്തകത്തിലെ 1ാം അധ്യായത്തിലെ ഏതാനും ഭാഗങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ആ കാര്യങ്ങളൊക്കെ ഏവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. എന്തെല്ലാമായിരുന്നു നാം അന്ന് ചർച്ച ചെയ്തത്? ജൂൾ നിയമം അല്ലേ? ജൂൾ നിയമത്തിൻ്റെ സൂത്രവാക്യം എല്ലാവർക്കും ഓർമ്മയുണ്ടോ? H = I²RT, H = V²T/R, H = VIT. ഈ സൂത്രവാക്യങ്ങൾ വെച്ച് ഞാൻ ഒരു ഗണിത പ്രശ്നം നിങ്ങൾക്ക് നിർദ്ധാരണം ചെയ്യാനായി തന്നിരുന്നു. അത് പല മിടുക്കന്മാരും മിടുക്കുകളും ചെയ്ത് എനിക്ക് അയച്ചു തന്നു. എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. ഒരു ചോദ്യം ശ്രദ്ധിക്കുക. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബിൻ്റെ പ്രതിരോധം 920 ഓം ആണെങ്കിൽ 3 മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കുക. ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് in 3 minutes by a device of resistance 920 ohm working under 230 volt. ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. V = 230 വോൾട്ട്, പ്രതിരോധം R = 920 ഓം, ടൈം അല്ലെങ്കിൽ സമയം T = 3 മിനിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അതാദ്യം നമ്മൾ ആ അക്ഷരങ്ങളിട്ട് എഴുതുന്നു. ഓക്കെ, അടുത്തത് ടൈം, സമയം എന്നത് ഇവിടെ 3 മിനിറ്റ് ആണല്ലോ. മിനിറ്റ് എന്നത് സമയത്തിൻ്റെ SI യൂണിറ്റ് അല്ല. നാം ഒരു ഗണിത പ്രശ്നം ചെയ്യുമ്പോൾ എല്ലാ അളവുകളും അതിൻ്റെ SI യൂണിറ്റിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 3 മിനിറ്റിനെ അതിൻ്റെ SI യൂണിറ്റായ സെക്കൻഡിലേക്ക് ആദ്യം മാറ്റണം. 3 ഗുണിക്കണം 60 ചെയ്താൽ അത് സെക്കൻഡിലേക്ക് മാറും. 3 ഗുണിക്കണം 60 180 സെക്കൻഡിലേക്ക്. ഓക്കെ, ഈ വിലകൾ വെച്ച് നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ്, അതായത് താപം ആണ്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ഓർ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്, H ആണ് നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ H കാണാനുള്ള സൂത്രവാക്യങ്ങൾ നിങ്ങൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് സൂത്രവാക്യം നാം ഇവിടെ ഉപയോഗിക്കണം എന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്ന വിലകൾ വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടൈം എന്നിവയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം നാം പഠിച്ചത് H = V²T/R എന്ന സൂത്രവാക്യമാണ്. ഓക്കെ, ആ സൂത്രവാക്യം തന്നെ നാം എടുക്കുക. V²T/R. അടുത്തതായിട്ട് നമുക്ക് ഈ വിലകൾ ഈ സൂത്രവാക്യത്തിൽ ആരോപിക്കണം. നോക്കുക, V² എന്ന് പറയുമ്പം 230², അതായത് 230 ഗുണിക്കണം 230 എന്ന് എഴുതാം. 230 × 230. നെക്സ്റ്റ് ടൈം നാം ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. 180 സെക്കൻഡ് ബൈ R, പ്രതിരോധം ഓർ റെസിസ്റ്റൻസ് 920 ഓം. ഇത്രയും എത്തിയല്ലോ. അടുത്തതായി ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഒന്നിച്ച് കുടിച്ച് ഈ നമ്പറോട് ഹരിക്കുന്നതിന് പകരം നമുക്ക് എളുപ്പത്തിൽ ക്രിയ ചെയ്യാൻ വേണ്ടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ 0 ഈ 0 കിട്ടുന്നു. ഈ 23ഉം 92ഉം നോക്കുന്ന സമയത്ത് 23ൻ്റെ 4 ഇരട്ടിയാണല്ലോ 92. അതുകൊണ്ട് 23ഉം 92ഉം വെട്ടിയിട്ട് ഇവിടെ 4 എന്ന് എഴുതുന്നു. മനസ്സിലായല്ലോ? അടുത്തതായി ഈ 4 180 നോക്കുക. 4നോട് 45 ഗുണിച്ചാലാണല്ലോ നിങ്ങൾക്ക് 180 കിട്ടുക. അതുകൊണ്ട് ഈ 4നെയും 180നെയും വെട്ടി ഞാൻ ഇവിടെ 45 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഉള്ള സംഖ്യ 230 ഗുണിക്കണം 45 മാത്രമാണ്. അതായത് 230 × 45. ഇത് ചെയ്യാൻ 23 × 45 ചെയ്യുന്നു. ഇത് 23നെ 45 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ 230 ഉണ്ടായതുകൊണ്ട് ഇവിടെ 0 കൂടെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഉത്തരം 0. താപോർജ്ജം ആയതുകൊണ്ട് ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 100 ഓം റെസിസ്റ്ററിലൂടെ 1 ആംപിയർ കറണ്ട് 10 സെക്കൻഡ് സമയത്തേക്ക് കടത്തിവിട്ടാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കണക്കാക്കുക. ഇതേ റെസിസ്റ്ററിലൂടെ 2 ആംപിയർ കറണ്ട് ഇതേ സമയത്തേക്ക് കടത്തിവിട്ടാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
താപം കണക്കാക്കുക. What is the heat generated in a resistor of 100 ohm when 1 ampere current is passed for 10 seconds? Find the heat generated by the same resistor for the same time when the current is doubled. ഇവിടെയും നമ്മളോട് താപം കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്, ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വിലകൾ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം, കറണ്ട് ഐ, സമയം ടി, ഇത്രയും വിലകൾ തന്നിട്ടുണ്ട്. വീണ്ടും താപം കണ്ടെത്താൻ ചോദിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് കറണ്ട് ഇരട്ടിപ്പിച്ചു അല്ലേ? ആദ്യം ഒരു ആംപിയർ കറണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ 2 ആംപിയർ കറണ്ട് ആക്കി മാറ്റി. ബാക്കി റെസിസ്റ്റൻസും പ്രതിരോധവും സമയവും ഒക്കെ തുല്യം തന്നെ. അപ്പോൾ ഈ 2 സമയത്തും നാം താപം, അതായത് ഹീറ്റ് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ നാം ഉപയോഗിക്കേണ്ട സൂത്രവാക്യം ഏതാണ്? ആർ, ഐ, ടി എന്നീ 3 വിലകളല്ലേ തന്നത്. അവിടെ നാം ഉപയോഗിക്കേണ്ട സൂത്രവാക്യം H=I²RT എന്നതല്ലേ. ഇനി വിലകൾ കൊടുക്കുന്നു. ഐയുടെ വില 1 സ്ക്വയർ ഗുണിക്കണം 6 100 ഗുണിക്കണം ഈ 10 സെക്കൻഡ്. ഓക്കെ, 1ന്റെ സ്ക്വയർ 1 ഗുണിക്കണം 100 ഗുണിക്കണം 10 ചെയ്താൽ 1000 താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ഓക്കെ, ഇനി രണ്ടാമതായി ഇവിടെ വെച്ച് കണ്ടെത്തുന്നു. ഇവിടെയും സെയിം സൂത്രവാക്യം തന്നെ I²RT. ഐയുടെ വില 2 സ്ക്വയർ ഗുണിക്കണം 100 ഗുണിക്കണം ഈ 10 സെക്കൻഡ്. 2 സ്ക്വയർ 4 ഗുണിക്കണം 100 ഗുണിക്കണം 10 വരും 4000 ജൂൾ. ഓക്കെ, അപ്പോൾ കറണ്ട് 1 ആംപിയർ ആയ സമയത്ത് 1000 ജൂളും കറണ്ട് 2 ആംപിയർ ആയ സമയത്ത് 4000 ജൂളുമാണ് കിട്ടിയത്. ഈ 1000 ജൂളും 4000 ജൂളും നാം നോക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? 1000ന്റെ 4 മടങ്ങാണല്ലേ 4000. അതായത് കറണ്ട് നാം ഇരട്ടിപ്പിച്ചപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം 4 ഇരട്ടിയായി വർദ്ധിച്ചു. അത് H=I²RT എന്നുള്ളത് കൊണ്ട് കറണ്ട് എത്ര കണ്ട് വർദ്ധിക്കുന്നോ അതിൻ്റെ വർഗമായാണ് താപം വർദ്ധിക്കുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അടുത്ത ചോദ്യം നോക്കുക. ചുവടെ തന്നിരിക്കുന്ന 2 ഹീറ്ററുകളുടെ വിവരങ്ങൾ ശ്രദ്ധിക്കുക. ഇവ 5 മിനിറ്റ് പ്രവർത്തിപ്പിച്ചാൽ ഉണ്ടാക്കുന്ന താപം എന്തായിരിക്കും? ഹീറ്റർ എ, പ്രവർത്തന വോൾട്ടത 230 വോൾട്ട്, പ്രതിരോധം 1150 ഓം, പ്രവർത്തന സമയം 5 മിനിറ്റ്. ഹീറ്റർ ബി, പ്രവർത്തന വോൾട്ടത 230 വോൾട്ട്, പ്രതിരോധം 460 ഓം, പ്രവർത്തന സമയം 5 മിനിറ്റ്. Following are the details of 2 electric heaters. Examine the details and find out the heat produced by 2 heaters for 5 minutes. Heater A, working voltage 230 volt, resistance 1150 ohm, working time 5 minutes. Heater B, working voltage 230 volt, resistance 460 ohm, working time 5 minutes. നമുക്കിവിടെ 2 ഹീറ്ററുകളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നോക്കുക എന്തൊക്കെയാണ് തന്നത്. V = 230 വോൾട്ട്. ഹീറ്റർ എയുടെ ഡീറ്റെയിൽസ് ആണ്. V = 230 വോൾട്ട്, റെസിസ്റ്റൻസ് R = 1150 ഓം, ടൈം T = 5 മിനിറ്റ്. ഇനി ഹീറ്റർ ബിയുടെ ഡീറ്റെയിൽസ് നോക്കുക. വോൾട്ടേജ് V = 230 വോൾട്ട്, റെസിസ്റ്റൻസ് R = 460 ഓം, ടൈം T = 5 മിനിറ്റ്. അപ്പോൾ ഇവിടെ രണ്ടും നമുക്ക് സമയം മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. ആദ്യം ആ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റുന്നു. 5 ഗുണിക്കണം 60 300 സെക്കൻഡ് കിട്ടി. ഇവിടെ 5 ഗുണിക്കണം 60 = 300 സെക്കൻഡ്. ഓക്കെ, ഇനി ഹീറ്റ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. H, താപം. ഇവിടെ നാം ഉപയോഗിക്കേണ്ട സൂത്രവാക്യം ഏതാണ്? V²T/R ആണല്ലോ. V² 230 ഗുണിക്കണം 230, Tയുടെ വില 300 / R 1150
ഓക്കെ, അപ്പോൾ ഇവിടെ നാം വില കൊടുത്തു. ഇനി നമുക്ക് ക്രിയ ചെയ്യണം. ക്രിയ ചെയ്യാൻ എളുപ്പം മാർഗത്തിൽ ചെയ്യാൻ 0ഉം 0ഉം എഴുതുന്നു. 23ഉം 115ഉം എടുക്കുന്ന സമയത്ത് 23 ഗുണിക്കണം 5 ചെയ്താലാണ് 115. അതുകൊണ്ട് 115നെ ഞാൻ വെട്ടി 5 എന്ന് എഴുതി. ഈ 5 360 പ്രാവശ്യം. ഓക്കെ, ഇനി നമുക്ക് ഗുണിക്കേണ്ടത് ആകെ 230 ഗുണിക്കണം 60 ആണ്. 23 ഗുണിക്കണം 6 ചെയ്താൽ 6 18, 6 2 12 13. പിന്നെ ഈ 0ഉം ഈ 0ഉം കൂടെ നമ്മൾ അവസാനം കൊടുക്കുന്നു. 13,800 ജൂൾ. ഇനി ഇവിടെ നാം താപം കാണുകയാണ്. H സമം v² T/r. പീഡന 230 ഗുണിക്കണം 230 ഗുണിക്കണം സമയം 300 ബൈ റെസിസ്റ്റൻസ് 460 ആണ്. ഇവിടെയും എളുപ്പത്തിൽ ക്രിയ ചെയ്യുകയാണ്. 0ഉം 0ഉം കിട്ടുന്നു. 23 46 നോക്കുമ്പോൾ ഇവിടെ 2 2ഉം 300 150. 230ഉം 150ഉം കൂടെയാണ് നമുക്ക് ഗുണിക്കേണ്ടത്. ചെയ്ത് നോക്കാം. 23 ഗുണിക്കണം 15 15 15 34,500 ജൂളെന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഹീറ്റർ എയുടെ പ്രതിരോധം എന്ന് പറയുന്നത് 1150 ഓം അല്ലേ? ഹീറ്റർ ബിയുടെ പ്രതിരോധം 460 ഓം. അതായത് ഏത് ഹീറ്ററിനാണ് പ്രതിരോധം കൂടുതലുള്ളത്? ഹീറ്റർ എക്കല്ലേ? എന്നാൽ ഉൽപ്പാദിപ്പിച്ച താപം നോക്കൂ. ഹീറ്റർ എ 13,800 ജൂൾ ആണ് താപം ഉൽപ്പാദിപ്പിച്ചത്. എന്നാൽ ഹീറ്റർ ബി 34,500. ഏത് നമ്പറാണ് കൂടുതൽ? 34,500 അല്ലേ? അതായത് പ്രതിരോധം കുറഞ്ഞ ഹീറ്റർ കൂടുതൽ താപം ഉൽപ്പാദിപ്പിച്ചു. നിങ്ങൾ ജൂൾ നിയമത്തിൽ പഠിച്ചത് പ്രതിരോധം കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കൂടുന്നു എന്നല്ലേ? അതായത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഒരു അലൂമിനിയവും ഒരു നിക്രോം കമ്പിയും നമ്മൾ സീരീസായി ഒരു സർക്യൂട്ടിൽ ഘടിപ്പിച്ച സമയത്ത് പ്രതിരോധം കൂടിയ നിക്രോം കമ്പിയായിരുന്നു കൂടുതൽ ചൂടായത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നാം അവിടെ സീരീസിൽ ഘടിപ്പിക്കുന്ന സമയത്ത് 2 പ്രതിരോധത്തിലൂടെ, അതായത് അലൂമിനിയത്തിലൂടെയും നിക്രോമിലൂടെയും ഒരേ കറണ്ടായിരുന്നു ഒഴുകിയത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വോൾട്ടേജ് തുല്യമാണ് അല്ലേ? വോൾട്ടേജ് 2 ഹീറ്ററിലും 230 വോൾട്ടിലാണ് ഈ 2 ഹീറ്ററും പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രതിരോധം കൂടിയ ഹീറ്ററിൽ കുറഞ്ഞ കറണ്ടാണ് ഒഴുകുക. കാരണം ഓം നിയമത്തിൽ നിങ്ങൾ പഠിച്ചത് I സമം V/R. അതായത് പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് I കൂടുന്നു എന്നാണ്. ഞങ്ങൾ നേരത്തെ കണ്ടു, ജൂൾ നിയമപ്രകാരം I എത്ര കണ്ട് കൂടുന്നോ അതിൻ്റെ വർഗമായി താപം കൂടുന്നു. അതായത് പ്രതിരോധം കുറഞ്ഞ ഹീറ്ററിലൂടെ കൂടിയ കറണ്ട് ഒഴുകുകയും അങ്ങനെ കൂടിയ കറണ്ട് ഒഴുകുന്ന സമയത്ത് അതിൻ്റെ വർഗമായി കറണ്ട് എത്ര കൂടിയോ അതിൻ്റെ വർഗമായി എന്ത് കൂടുന്നു? താപം കൂടുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ വോൾട്ടേജ് സ്ഥിരമായാൽ, if the voltage is constant, a heater or an instrument with less resistance produce more heat energy. കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള ഹീറ്റർ അല്ലെങ്കിൽ ഉപകരണമാണ് കൂടിയ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എപ്പോൾ? വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ. ഈ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇന്ന് നാം പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കണം. ജൂൾ നിയമത്തിൻ്റെ 3 സൂത്രവാക്യങ്ങൾ വെച്ച് ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. കൂടാതെ വൈദ്യുത പ്രവാഹ തീവ്രത, അതായത് I വർദ്ധിപ്പിക്കുമ്പോൾ I എത്ര കണ്ട് വർദ്ധിച്ചോ അതിൻ്റെ വർഗമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. വീണ്ടും
വോൾട്ടേജ് സ്ഥിരമായിരുന്നാൽ ഏത് ഹീറ്ററിനാണോ അല്ലെങ്കിൽ ഏത് ഉപകരണത്തിനാണോ റെസിസ്റ്റൻസ് കുറവ്, ആ ഉപകരണമാണ് കൂടിയ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇനി ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. പട്ടിക 2.1. ഇത് എല്ലാവരും പൂർത്തിയാക്കി അത് ഗ്രൂപ്പിലൂടെ എനിക്ക് അയച്ചു തരണം. പട്ടിക 1.2 പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ടേബിൾ 1.2. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.